കണ്ടില്ലേ കടൽ കടൽ കാണുക എന്നുള്ളത് എനിക്കെന്നും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കടൽ. പണ്ടൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ കടൽ തീരമൊക്കെ സന്ദർശിക്കുവാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ തീരത്ത് കടലമ്മ കള്ളി ഇങ്ങനെ കുറേ നമ്മുടെ പേരുകളും ഒക്കെ മണലിലിങ്ങനെ കുറിച്ച് വയ്ക്കും, എഴുതി വരച്ച് കോറിയൊക്കെ വയ്ക്കും. അപ്പം തിര വന്ന് അത് നമ്മളിവിടെ എത്ര ദൂരത്താണോ എഴുതുന്നത് അവിടെ വരെ തിര വന്നിത് മായ്ച്ച് കളയും. അത് കുട്ടികൾക്ക് വളരെ രസമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടാലും മതിയാകാത്ത ഒരു കാഴ്ചയാണ് കടൽ. ലോകത്ത് മറ്റ് ഒരു കാര്യത്തോടും എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഫീലിങ്സ് ഒന്നിനോടും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ നമ്മൾ കാണും, അതിന് മനോഹാരിതയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ കടൽ തീരത്ത് ചെന്നിരുന്നാൽ നമ്മളെല്ലാം മറക്കും. നമ്മുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നമ്മൾ മറക്കും. വെറുതെ കടൽ തീര എണ്ണുവാനായിട്ട് തോന്നും. പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടുമ്പോൾ നമുക്കും അതിനോടൊപ്പം തുള്ളാനും ചാടാനും കുത്തിമറിയുവാനും ഒക്കെ തോന്നും. ആ ഒരു ഫീലിങ്സ് വളരെ വലുതാണ് കടൽ. കടലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നിരവധി, ഒട്ടനവധി, അനന്തമജ്ഞാതം അവർണ്ണനീയമാണ് കടൽ. നമ്മളൊരു കൊച്ചു കടൽ തീരത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ലോകരാജ്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കും. ഇപ്പോൾ എത്രയോ നമ്മളിപ്പം കേരളത്തിൻ്റെ ഒരു കടൽ തീരം, ഇപ്പം ഞങ്ങളീ പോയിരിക്കുന്നത് ഈ വർക്കല കടൽ തീരമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 3-ാം തവണയാണ് ഈ വർക്കല കടൽ തീരത്ത് പോകുന്നത്. ജനുവരി 1 ന്യൂ ഇയർ ആഘോഷിക്കുവാൻ വർക്കല കടൽ തീരത്ത് പോയി. വളരെ ഫൻറ്റാസ്റ്റിക്കാണ്, എക്സലൻ്റാണ് വർക്കല കടൽ തീരം. കേരളത്തിലെ കടൽ തീരങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളും കൂടുതൽ ആളുകളും സഞ്ചാരികൾ ഒക്കെ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വർക്കല ക്ലിഫ്. ഇവിടെയാണ് ക്ലിഫ് എന്നാണ് ഇതിനെ പറയുന്നത്. നല്ല രസമാണ്. സന്ധ്യ മയങ്ങുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിച്ചുയരുന്നതും, അതുപോലെ തന്നെ ആ ക്ലിഫിൻ്റെ ആ ഭാഗത്തുള്ള കടകമ്പോളങ്ങളുടെ വിസ്മയ കാഴ്ചകൾ, ആ ഡ്രോൺ ഒക്കെ കറങ്ങുന്നതും ഒക്കെ അങ്ങ് എന്തുവാ അത് വളരെ രസവും വളരെ മനോഹാരിതയും തുളുമ്പുന്നതാണ്. അപ്പോൾ കടലിനെ പറ്റിയല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. കടലിനെ പറ്റി എന്താ നമുക്ക് പറയാനുള്ളത്, എന്താ പറയാനില്ലാത്തത്? ഇഷ്ടംപോലെ കാര്യങ്ങളാണ് നമുക്ക് കടലിനെക്കുറിച്ച് പറയാനുള്ളത്. കടലാണ് നമ്മളെല്ലാം. നമ്മൾ കടലിനെ ആശ്രയിക്കാതെ ജീവിക്കുന്നുണ്ടോ ഒരു നിമിഷമെങ്കിലും? കടൽ സമ്പത്ത്, കടൽ വിഭവങ്ങൾ, കടൽ മത്സ്യങ്ങൾ, ഇതിനെ ആശ്രയിച്ച് ഈ ഒരു തൊഴിൽ, മീൻ പിടിച്ച് വിറ്റ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ തൊഴിലാളികൾ നമ്മുടെ ലോകത്തുണ്ട്, ഭൂമുഖത്ത് കാണപ്പെടുന്നു. അവർ കടലമ്മയെ വളരെയധികം അഗാധമായിട്ട് സ്നേഹിക്കുന്നു. കടലമ്മ ചതിക്കില്ല എന്നാണ് പറയുന്നത്. അത്ര മനോഹരമാണ്.